ഹലോ ഗൈസ്, RR44ലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക് നോക്കാം. പ്രതിരോധ രംഗത്തും ഏവിയേഷൻ രംഗത്തും രണ്ട് വലിയ ശക്തികളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും റഷ്യയും. വേൾഡ് വാർ 1ലും 2ലും ഈ സാങ്കേതികവിദ്യയുടെ വളർച്ച വളരെ വലുതായിരുന്നു. പിന്നീട് ശീതയുദ്ധകാലങ്ങളിൽ ഇതിന് വീണ്ടും ആക്കം കൂട്ടി. സ്പേസ് രംഗത്ത്, ഏവിയേഷൻ രംഗത്ത്, പ്രതിരോധ മേഖലകളിലും ഇത് പ്രകടമായി. ഇന്നീ കാലഘട്ടങ്ങളിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഡെവലപ്മെൻറ്റ് വരെ നോക്കുമ്പോൾ ഇത് പ്രകടമാകുന്നു. ഇന്ന് നമ്മൾ റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് Su-57 യാത്രയെപ്പറ്റി നോക്കാം. വരൂ ഗൈസ്. റഷ്യയുടെ ട്വിൻ എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റാണ് Su-57. 1991 തുടങ്ങിവെച്ച PAC-FA പ്രോഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ് Su-57. മോഡേൺ ആയതും അഫോർഡബിൾ ആയിട്ടുള്ളതുമായ ആൾട്ടർനേറ്റീവാണ് Su-57. ഇത് മിക്കോയാൻ പ്രോജക്റ്റ് 1.44 പകരം നിർമ്മിച്ച ഫൈറ്റർ ജെറ്റാണ്. T-50 എന്ന പേരാണ് സുഖോയ് ആദ്യഘട്ടങ്ങളിൽ നൽകിയിരുന്നത്. 1979 കാലഘട്ടങ്ങളിൽ സോവിയറ്റ് യൂണിയൻ തീരുമാനിച്ചിരുന്നു ഒരു പുതിയ തലമുറ യുദ്ധവിമാനങ്ങൾ 1990 കാലഘട്ടങ്ങളിൽ സർവീസിൽ പ്രവേശിക്കണമെന്ന്. ഈ പ്രോഗ്രാമിന് I-90 എന്ന പേരാണ് നൽകിയിരുന്നത്. വലിയ തോതിൽ ഗ്രൗണ്ട് അറ്റാക്ക് കേപ്പബിലിറ്റികളും ഉണ്ടാവണമെന്നായിരുന്നു ആവശ്യങ്ങളിലൊന്ന്. അതുപോലെ തന്നെ MiG-29 Su-27 വിമാനങ്ങളെ വരുന്ന സമയങ്ങളിൽ റീപ്ലേസ് ചെയ്യണം. അതിനാൽ നൂതനമായൊരു ഫൈറ്റർ ജെറ്റിൻ്റെ ആവശ്യം ഉയർന്നു വന്നു. രണ്ട് പ്രോജക്റ്റുകൾ ഇതിനുവേണ്ടി ഡിസൈൻ ചെയ്തു. മൾട്ടി റോൾ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ എന്നും ലൈറ്റ് റോൾ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ എന്നും. ഇതിൻ്റെ കൺസെപ്ച്വൽ ജോലികൾ 1983 തുടങ്ങി. മിഗോയനാണ് ആദ്യമായി സെലക്ട് ചെയ്യപ്പെട്ടത്. അവർ MiG 1.44/1.42 നിർമ്മിച്ചു. ഇതിൽ പങ്കാളികളല്ലെങ്കിലും സുഖോയ് അവരുടെ രീതിയിൽ സ്വന്തമായി 1983 പുതിയ ടെക്നോളജിയിൽ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനും തുടങ്ങി. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ ഈ പ്രോജക്റ്റുകൾക്ക് ഡിലേ വന്നു. ഫണ്ടുകളുടെ പ്രതിസന്ധികൾ കാരണം പ്രോജക്റ്റ് നീണ്ടുപോയി. 2000 വരെ എത്തുമ്പോൾ MiG 1.44/1.42 നിർമ്മിച്ചിരുന്നില്ല. ഉയർന്ന കോസ്റ്റ് കാരണം MFI, LFI പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടു. എന്നാൽ റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി 1999 കാലഘട്ടങ്ങളിൽ പുതിയ ജനറേഷൻ ഫൈറ്റർ വിമാനങ്ങളുടെ ജോലികൾ തുടങ്ങിയിരുന്നു. ഡിഫൻസ് മിനിസ്ട്രി PAC-FA പ്രോഗ്രാം അഥവാ I-21 പ്രോഗ്രാം തുടങ്ങി. കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്നും ഏപ്രിൽ 2001 അനൗൺസ് ചെയ്തു. ഈ പ്രോഗ്രാമിൽ സുഖോയും മിഗോയനും തമ്മിൽ ഡിസൈനിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഏപ്രിൽ 2002 റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി സുഖോയിയെ തിരഞ്ഞെടുത്തു PAC-FA പ്രോഗ്രാമിന് വേണ്ടി. എന്നാൽ Su-27 പ്രോഗ്രാം സുഖോയ് നന്നായി കൊണ്ടുപോയിരുന്നു. കൂടാതെ എക്സ്പോർട്ടിംഗ് ഒക്കെ ശരിയായ രീതിയിൽ അവർ കൈകാര്യം ചെയ്തിരുന്നു. ഡിസംബർ 2004 കൺസെപ്ച്വൽ ഡിസൈനും ഷേപ്പും കംപ്ലീറ്റ് ആയി. അതിന് ഡിഫൻസ് മിനിസ്ട്രിയുടെ അംഗീകാരവും ലഭിച്ചു. ഗവൺമെൻറ് ഫണ്ടിംഗ് 2005 വരാൻ തുടങ്ങി. 2006 ആകുമ്പോഴേക്കും അതിൽ വർധനവും ഉണ്ടായി. 2009 ഒഫീഷ്യലി അപ്രൂവ് ചെയ്തു. ഈ ഫൈറ്റർ പ്രോഗ്രാമിൽ ഇന്ത്യയും ഭാഗമായിരുന്നു. ഒക്ടോബർ 2007 ഇന്ത്യയും റഷ്യയും തമ്മിൽ ധാരണയായിരുന്നു. സുഖോയിയും HALലും ചേർന്ന് ഈ പ്രോഗ്രാമിൻ്റെ കീഴിൽ FGFA ഫൈറ്റർ ഡെവലപ്പ് ചെയ്യാനായിരുന്നു ധാരണ. അതിനായി 8 മുതൽ 10 വർഷം വരെ ദൈർഘ്യവും ഉണ്ടായിരുന്നു. എന്നാൽ 2014 ഇന്ത്യൻ എയർഫോഴ്സ് ഈ ഫൈറ്റർ ജെറ്റിൻ്റെ പെർഫോമൻസ്, കോസ്റ്റ്, വർക്ക് ഷെയർ എന്നിവയിൽ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി. 2018 ഇന്ത്യ ഈ പ്രോഗ്രാമിൽ നിന്ന് പിൻവാങ്ങി. പിന്നീട് സുഖോയ് ഒറ്റയ്ക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോയി. Su-57 ആദ്യ ടെസ്റ്റ് ഫ്ലൈറ്റ് കുറേ തവണ മാറ്റിവെച്ചിരുന്നു 2007 മുതൽ. എന്നാൽ ആദ്യ ഫ്ലൈറ്റ് 29 ജനുവരി 2010 നടന്നു. സുഖോയ് ടെസ്റ്റ് പൈലറ്റായ സെർജിയോ ബോഗ്ഡോൺ ആണ് നടത്തിയത്. 47 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്നു. 10 പറക്കുന്ന ഫ്ലൈറ്റ്സും 3 നോൺ ഫ്ലൈയിങ് T-50 പ്രോട്ടോടൈപ്സും നിർമ്മിച്ചു. സ്ട്രക്ചറൽ റീഡിസൈൻ പലപ്പോഴായി നടത്തിയിരുന്നു. ആദ്യ പ്രൊഡക്ഷൻ എയർക്രാഫ്റ്റിൻ്റെ ഡെലിവറി 2015 നിന്ന് 2020 നീക്കി. ഇതിൻ്റെ ഓർഡർ കുറേ തവണ നീട്ടിവെച്ചിരുന്നു. എന്നാൽ 15 മെയ് 2019 പ്രസിഡന്റ് പുടിൻ അനൗൺസ് ചെയ്തിരുന്നു 76 എയർക്രാഫ്റ്റുകൾ വാങ്ങുമെന്ന്. ഇതിനായി പിന്നീട് കരാർ ഒപ്പിട്ടു. 2017 T-50യുടെ പേര് Su-57 എന്ന് മാറ്റിയിരുന്നു. ജൂലൈ 2019 സീരിയൽ പ്രൊഡക്ഷനും തുടങ്ങി. ഇപ്പോൾ ഈ ഫൈറ്റർ ജെറ്റ് റഷ്യൻ എയർഫോഴ്സിൽ സർവീസിലുണ്ടെന്നാണ് വിവരം. Su-57 പരമാവധി വേഗത വരുന്നത് Mach 2 ആണ്, അഥവാ 2135 km/h ആണ്. പരമാവധി സർവീസ് സീലിംഗ് വരുന്നത് 66,000 അടിയാണ്. ദൂരപരിധി കോമ്പാക്ട് റേഞ്ച് വരുന്നത് 1250 km ആണ്. ഫെറി റേഞ്ച് വരുന്നത് 2 ഔട്ട്ബോർഡ് ഫ്യൂൽ ടാങ്കുകളോടെ 4500 km പരിധി വരെ പോകാം. മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് വരുന്നത് 35,000 kg ആണ്. 2 സാറ്റേൺ AL-41F1 ആഫ്റ്റർ ബേണിംഗ് ടർബോ ഫാനുകൾ പവർ നൽകുന്നു. ഒരു എഞ്ചിൻ 142.2 kN ആഫ്റ്റർ ബേണുകളോടെ പവർ നൽകുന്നു. അതുപോലെ തന്നെ ലൈറ്റ് ടാക്ടിക്കൽ എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ സുഖോയ് മറ്റൊരു 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിലാണ്. സുഖോയ് Su-75 ചെക്ക്മേറ്റ് എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഇതൊരു സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ്. വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ദയവായി കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം ഗൈസ്.